വരെ നമുക്കിന്ന് ഞാൻ നട്ട് പാവി പൊടിപ്പിച്ച് വെച്ചേക്കണ തൈ കാണാം. ഇത് ഞാൻ നട്ട് വെച്ചേക്കണത് വെള്ള കത്തിരീര വിത്താണ്. പാവി അത് മുളച്ച് വന്ന് നിൽക്കുകയാണ്. വെള്ള കത്തിരി. ഇത് നീല കത്തിരി തൈയാണ്. ഇത് നീല കത്തിരിയാണ്. അത് പാവി പുഴുത് നടാറായി ഇരിക്കുന്നു. ഇത് നട്ടേക്കണത് കാന്താരി മുളകാണ്. അത് പാവി പൊടിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇത് മാലി മുളകാണ്. നട്ട് വെച്ചേക്കണത്, വിത്ത് പാവി വെച്ചേക്കണത്. ഇത് എല്ലാം മാലി മുളകാണ് ഞാൻ കവറിലാക്കി വെച്ചേക്കണത്. അതിന് അത്രയും കുഴിയെടുത്ത് നടണം. ഭയങ്കര മഴയാണ്. ഇത്തിരി കൂടെ വലുതായിട്ട് നടാം, അല്ലെങ്കിൽ കുഴിയിൽ വെള്ളം കെട്ടി കിടക്കണോണ്ട് ഇപ്പം കുഴികളിലെല്ലാം നിറച്ച് വെള്ളമാണ്. അതുകൊണ്ട് ഇത്തിരി കൂടെ വലുതായിട്ട് നടാം. അത് മാലി മുളകാണ്, നല്ല വലിയ മുളകാണ്. ഇത് വെച്ചേക്കണത് വയലറ്റ് മുളകാണ്. ഒരു വിത്ത് കിട്ടി, അതങ്ങനെ പാവി വെച്ചേക്കാണ് വയലറ്റ് മുളക്. ഇത് വേറൊരു ഉണ്ട മുളകാണ്. അതിനെ മുളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും നടാറായില്ല, കൊച്ചായി നിൽക്കണേ ഉള്ളൂ. ഇതൊരു വേറൊരു മുളക് ഒരാൾ തന്ന്, അതും മാലി മുളക് തന്നെ. അതും നട്ട് വെച്ചേക്കാണ്, മുളച്ചില്ല. അത് ഇന്നലെ പാവിയതേ ഉള്ളൂ. ഇത് കുമ്പളമാണ്. കുമ്പളം നട്ട് മുളച്ച് വരണേ ഉള്ളൂ. 2 എണ്ണേ മുളച്ചോളൂ. എല്ലാം മുളച്ചിട്ട് വലുതായിട്ട് നടാം. പിന്നെ ഇത് വെണ്ട വിത്ത്. അത് വിത്ത് മോശം, എല്ലാം കുരുടുപ്പായിട്ടിരിക്കണം. ഇതാണെങ്കിൽ ചീരത്തൈകളെല്ലാം ഞാൻ പാവി വെച്ചിട്ടുണ്ട്. ഇത് ബ്ലാത്താങ്കര ചീരയാണ്. അത് ഇളക്കി നടണം ഇന്നെനിക്ക്. പിന്നെ ഇത് വേറൊരു ചീര, അത് അത്രയും ചുവപ്പില്ല, അതും റെഡിയായി. പിന്നെ അടുത്തത് ഈ ചീര, എൻ്റെ പേരറിയില്ല. അങ്ങനെ 3 ഐറ്റവും പാവി. പിന്നെ ഒരു സുന്ദരി ചീര ഞാൻ പാവി വെച്ച്, പക്ഷെ അത് പൊടിച്ച് അതിൽ ഒച്ച് കയറിയിരുന്ന് അത്രയും നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഇതാണ്, എൻ്റെ പേര് മറന്നുപോയി. എന്തൊരു ചീരയെന്നാ പറയുമല്ലോ, മറന്നുപോയ പേര്. എന്തായാലും അതും പാവി വെച്ചിട്ടുണ്ട്. അത് ഇനി ഒരു ഗ്രോബാഗുകളിലാണ് എല്ലാം നടണത്. തറയിൽ ഈ പരുവത്തിന് നട്ടാൽ പറ്റില്ല. ഭയങ്കര മഴയായതുകൊണ്ട് എല്ലാം ഞാൻ ഗ്രോബാഗിൽ നടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പാവി റെഡിയാക്കി വെച്ചേക്കണത്. ഇനി എല്ലാം കവറുകളിലൊക്കെ തറയിൽ ഗ്രോബാഗിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതെല്ലാം കുറച്ച് ഈ മാലിമുളക് മാത്രം തറയിൽ നടും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.